ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എവരിബഡി ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം 1972 മുരളീകാന്ത് പേട്കർ എന്ന് പറഞ്ഞ ആളാണ് ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്ങിൽ സ്വർണം നേടി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യത്തെ ഗോൾഡ് മെഡൽ കൊണ്ടുവരുന്നത്. പക്ഷെ അത് റെഗുലർ ഒളിമ്പിക്സ് ആയിരുന്നില്ല, പാരലിമ്പിക്സ് ആയിരുന്നു. അങ്ങനെ മുരളീകാന്ത് പേട്കറുടെ കഥയെ ആസ്പദമാക്കി കബീർ ഖാൻ സംവിധാനം ചെയ്ത് ഇറക്കിയ സിനിമയാണ് ചന്തു ചാമ്പ്യൻ. ഈ സിനിമയിലത്തെ പ്രധാന കഥാപാത്രം, അതായത് മുരളീകാന്ത് പേട്കർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാർത്തിക് ആര്യനാണ്. കാർത്തിക് ആര്യന്റെ ഇതുവരെയുള്ള സിനിമകളിൽ അങ്ങേര് ആസ് എൻ ആക്ടർ ഏറ്റവും കൂടുതൽ എഫർട്ട് ഇട്ടിരിക്കുന്ന, അതിന്റെ ഔട്ട്പുട്ട് അത്രയും ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ് ചന്തു ചാമ്പ്യൻ. ഈ ചന്തു ചാമ്പ്യൻ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസർ എന്ന് പറഞ്ഞ കളിയാക്കി വിളിക്കുന്ന ഒരു മീനിങ് ആണ് ഹിന്ദിയിൽ. നമ്മുടെ നാട്ടിലത്തെ ചന്തു പോലെയല്ല. അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിന്ന് എങ്ങനെ ഇയാൾ വലുതായി വലിയൊരു കായിക താരമായി ഇന്ത്യയുടെ യശസ്സൊക്കെ ലോകത്തിന് മുമ്പിൽ ഉയർത്തി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കുന്ന, അതിന് 100% എഫർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്പയർ ആകും. അത് തന്നെയാണ് ഒരു സ്പോർട്സ് ബയോപിക് ചെയ്യേണ്ടതും. ആ സിനിമ കണ്ടാൽ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നണം. അങ്ങനെ നമ്മളെ ഇൻസ്പയർ ആക്കാൻ പാകത്തിലുള്ള എലമെന്റ്സ് ഈ സിനിമയിലുണ്ട്. എന്നാൽ സ്പോർട്സ് ബയോപിക്കുകൾ ഒരുപാട് ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്നത് കാരണം ഈ സിനിമ ബാക്കിയുള്ള സിനിമകളായിട്ട് എന്തായാലും കമ്പയർ ചെയ്യപ്പെടും. അങ്ങനെ കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഇതൊരു കിടിലൻ പടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഹോൾ ഭയങ്കര കിടിലൻ പടമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അവിടെ ഇവിടെ ആയിട്ട് കുറേ ഹൈ പോയിന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇന്റർവെല്ലിന് തൊട്ടുമുമ്പുള്ള കുറച്ച് സീക്വൻസുകൾ, ഒരു ബോക്സിംഗ് സീക്വൻസ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. അതുപോലെ ക്ലൈമാക്സിന്റെ അടുത്ത് എത്തുന്ന ഭാഗത്തുള്ള സീക്വൻസുകൾ അടിപൊളിയായിരുന്നു. ഈ പാരലിമ്പിക്സ് ആൻഡ് റെഗുലർ ഒളിമ്പിക്സ് അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് ഒരു ജനറൽ പബ്ലിക്കിന് ഉള്ള ഒരു സമീപനത്തെ കുറിച്ചൊരു കമന്ററി ഉണ്ട് കാർത്തിക് ആര്യന്റെ. അതിലൊരു പെർഫോമൻസ് ഉണ്ട്. ആ ഏരിയ അടിപൊളിയായിരുന്നു. ആൻഡ് വിജയ് റാസ് എന്ന് പറഞ്ഞൊരു നടനുണ്ട് ഈ സിനിമയിൽ. വിജയ് റാസിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വേണ്ടത്ര റെക്കഗ്നീഷൻ ഇപ്പോഴും കിട്ടാത്തൊരു നടനാണ്, എനിക്ക് അഭിപ്രായമുള്ളൊരു നടനാണ്. വിജയ് റാസും ഈ കാർത്തിക് ആര്യനും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. വിജയ് റാസ് ആസ് എൻ ആക്ടർ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അങ്ങനെ ഒരുപാട് നല്ല പോയിന്റുകളുള്ള, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുള്ള, നല്ല എലമെന്റ്സ് ഉള്ള സിനിമയാണ്. പക്ഷെ ആസ് എ ഹോൾ പടം ത്രൂ ഔട്ട് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ല എന്ന് പറയേണ്ടിയും വരും. എന്നാൽ പോലും പടം കണ്ടിറങ്ങുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ല ഫീലിംഗ് ഉണ്ടാക്കുന്ന, ഒരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഫർട്ട് ഈ സിനിമയ്ക്ക് ഉണ്ട്, വെറുതെ തട്ടിക്കൂട്ടൊന്നല്ല. അപ്പൊ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ടൊരു സ്പോർട്സ് ബയോപിക് കാണണം, നല്ല വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കാണണം, ടെക്നിക്കലി അടിപൊളിയായിട്ടൊരു സിനിമ കാണണം എന്നൊക്കെ തോന്നിയാൽ ചന്തു ചാമ്പ്യന് പോകാവുന്നതേ ഉള്ളൂ. ഇത് OTTക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പണം കണ്ടാൽ നമുക്കൊരു ഇൻസ്പിറേഷനും തരിപ്പൊക്കെ വരാനുള്ളതൊക്കെ സിനിമയിൽ ഉണ്ട്. പിന്നെ ഭാഗ് മിൽഖാ ഭാഗ് പോലെയുള്ള സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് അതുമായിട്ടൊരു കമ്പാരിസൺ വരുമ്പോൾ ഒരു പക്ഷേ നിരാശ തോന്നാം. അങ്ങനെ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. സിമ്പിളായിട്ട് പോയി കണ്ടു നോക്കിയാൽ ഇഷ്ടപ്പെടേണ്ട സിനിമ തന്നെയാണ്. സോ കണ്ടു നോക്കിയിട്ടാണ് അഭിപ്രായം പറയാം. എനിക്ക് ഓക്കെയാണ് പടം, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബെറ്റർ ആക്കായിരുന്നു എന്നൊരു ഒപ്പീനിയൻ ഉണ്ടെന്നുള്ളൂ, അല്ലാതെ മോശം പടമൊന്നുമല്ല. കാർത്തിക് ആര്യൻ ഇങ്ങനെയുള്ള റോളുകളൊക്കെ എടുത്ത്, അല്ലെങ്കിൽ കുറച്ച് ഇതുപോലുള്ള എഫർട്ടുകളൊക്കെ എടുത്ത് കരിയർ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ മൂപ്പർക്ക് ഇനിയും സ്കോപ്പൊക്കെ ഉണ്ട്. സോ ചന്തു ചാമ്പ്യൻ ഈസ് എ ഗുഡ് മൂവി. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം, കാണാം.